ചില മനുഷ്യരുണ്ട്, അവർ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഏത് സാഹചര്യത്തിലും ഓടിയെത്തും. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു വിശ്വനാഥ്. ഇന്നലെ മൂട്ടോളിയിൽ മാൻഹോളിൽ വീണ് അപകടത്തിൽപ്പെട്ട സിറാജിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സമീപത്ത് തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന വിശ്വനാഥ് മാൻഹോളിലേക്ക് ഒന്നും ചിന്തിക്കാതെ ചാടി ഇറങ്ങിയത്. സിറാജിനെ നിർഭാഗ്യവശാൽ രക്ഷിക്കാൻ സാധിച്ചില്ല. പക്ഷേ അപകടത്തിൽ വിശ്വനാഥിൻ്റെ അവസ്ഥയും ഇപ്പോൾ ഗുരുതരമാണ്. അദ്ദേഹം കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ഏറ്റവും മനുഷ്യത്വപരമായ മനുഷ്യസഹജമായ നിലപാട് തന്നെയാണ് ഇദ്ദേഹം വിശ്വനാഥൻ എന്ന് പറയുന്നത്. കെട്ടറിഞ്ഞ സമയത്ത് എപ്പോഴും എന്തിനും ഏത് സമയം കാര്യപ്രാപ്തിയോടുകൂടി ഏത് പ്രശ്നങ്ങളിലും ഇടപെടുക എന്ന് പറയുന്ന ഒരു സമീപനം വിശ്വനാഥന് നേരത്തെയും ഇപ്പോഴുമുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് സുഹൃത്ത് മുഖേന അറിഞ്ഞ സമയത്ത് വളരെ വേഗതയിലേക്ക് ഈ സിറാജ് എന്ന് പറയുന്ന മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ശരീരമോ തൻ്റെ അപകടങ്ങളോ ഒന്നും നോക്കാതെ അദ്ദേഹം ഇറങ്ങി രക്ഷിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത്. എപ്പോഴും ഒരു സജീവമായി ഇടപെടുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളി കൂടിയാണ് വിശ്വനാഥൻ എന്ന് പറയുന്നത്. വിശ്വനാഥനെ സംബന്ധിച്ചോളം പറയണമെങ്കിൽ എന്തൊരു മരണമായാലും ശരി, എന്തൊരു അപകടം പറ്റും, എന്ത് സംഭവിച്ചാലും ഒരു വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് പറഞ്ഞാൽ ഒന്നും നോക്കില്ല, കുടുംബത്തിൻ്റെ കാര്യം ഒന്നും നോക്കില്ല, ചാടി ഇറങ്ങി അവർക്ക് വേണ്ട എന്ത് കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇന്നലെ ചെറുപ്പം മുതലേ അവൻ അങ്ങനത്തെ ഒരു ശീലമുള്ള ആളാണ്. അവിടെ ഫയർഫോഴ്സ് എത്താൻ 2 മിനിറ്റ് കൂടി താമസിച്ചിട്ടുള്ളൂ, വെറും 2 മിനിറ്റ്. ആ 2 മിനിറ്റിനുള്ളിൽ അവിടെ എത്തലും ഇവർ ഇറങ്ങിക്കഴിഞ്ഞ് അപ്പം തന്നെ അവർ CPR കൊടുത്തും കൊണ്ട് അവരെ രക്ഷിച്ച് CPR കൊടുത്തും കൊണ്ട് അവിടെ നിന്ന് ഇവിടം വരെ CPR എടുത്ത് നേരെ ഇക്കറോ ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല സംഭവം ചെയ്തത്. കാരണം അവർ വന്നപ്പോഴേക്കും ഇവിടെ വിളിച്ച് പറഞ്ഞു ചെയ്ത് കേസ് വിളിച്ച് പറഞ്ഞ സമയത്ത് ഇവിടെ എല്ലാം റെഡിയാക്കിയിരിക്കുന്നു. അവർ കൂടെ നിന്നിട്ട് ഇക്കറോ ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകളാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും കൂടെ നിന്നിട്ട് എല്ലാ കാര്യം ഭംഗിയായി ചെയ്തിട്ട് വെന്റിലേറ്റർ വരെ അവർ എത്തിച്ചു. തീർച്ചയായും വിശ്വനാഥൻ ഒരു പക്ഷേ അവിടെ നിന്നും മാറി നിൽക്കാമായിരുന്നു, പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. ഫയർഫോഴ്സ് വരുമായിരുന്നിട്ട് പോലും ഒട്ടും സമയം പാഴാക്കാതെയാണ് സിറാജിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ മാൻഹോളിലേക്ക് വിശ്വനാഥൻ ഇറങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിനും സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പോൾ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വിശ്വനാഥൻ എത്തിയത്. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥനയോടെ കഴിയുകയാണ് നാട്ടുകാരും കുടുംബവും ഒക്കെ. ക്യാമറ പേഴ്സൺ ജിജീഷ് KC-ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.